ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തണുപ്പും മൂടൽമഞ്ഞും രൂക്ഷമായി തുടരുന്നു. ദൃശ്യപരിധി കുറഞ്ഞതിനാൽ ഡൽഹിയിൽ വ്യോമ റെയിൽ ഗതാഗതങ്ങൾ ഇപ്പോഴും താറുമാറാണ്. അതിശൈത്യം 2 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ അതിശൈത്യത്തിൽ ജനജീവിതം ബുദ്ധിമുട്ടുകയാണോ? വേണു, അതിശൈത്യത്തിൽ ജനജീവിതം ആകെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യവും അതോടൊപ്പം തന്നെ ശീതതരംഗവും ശക്തമായി തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ട്. അടുത്ത 2 ദിവസം കൂടി സമാനം തന്നെ ഈ സാഹചര്യം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിരിക്കുന്നത്. ഡൽഹി കൂടാതെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സമാനം തന്നെയാണ് അവസ്ഥ. രാവിലെ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഡൽഹിയിൽ ഏതാനും വിമാനങ്ങൾ വൈകിയെന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവള അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടാതെ റോഡ് ഗതാഗതവും സ്തംഭിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിശക്തമായ മൂടൽമഞ്ഞ് തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്നത്. സ്കൂളുകളുടെ സമയക്രമവും ക്രമീകരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളും സമാനമായിരിക്കും അവസ്ഥ. അതോടൊപ്പം രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ശീതതരംഗം ശക്തമായി തന്നെയുണ്ട്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.